US കടുത്ത ആയുധക്ഷാമം നേരിടുന്നതായുള്ള റിപ്പോർട്ടുകൾ പുറത്തുവന്നതിന് പിന്നാലെ ഇറാനുമായുള്ള യുദ്ധത്തിൽ നിന്ന് തലയൂരാനുള്ള നീക്കങ്ങൾ ട്രംപ് ഭരണകൂടം ആരംഭിച്ചതായുള്ള വിവരങ്ങളും പുറത്തുവരുന്നു. ഇപ്പോഴിതാ പ്രതിരോധ ഉൽപ്പാദനം അടിയന്തരമായി വർദ്ധിപ്പിക്കാൻ ആയുധ നിർമ്മാണ കമ്പനികളോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് അമേരിക്കൻ പ്രതിരോധ വകുപ്പായ പെന്റഗൺ. പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യങ്ങൾ അമേരിക്കയുടെ ആയുധ വിതരണ ശൃംഖലയെ വലിയ രീതിയിൽ ബാധിച്ച പശ്ചാത്തലത്തിലാണ് ഈ നീക്കമെന്നാണ് റിപ്പോർട്ടുകൾ. അമേരിക്കയുടെയും സഖ്യകക്ഷികളുടെയും സുരക്ഷ ഉറപ്പാക്കാൻ കൂടുതൽ ആയുധങ്ങൾ എത്രയും വേഗം നിർമ്മിക്കേണ്ടതുണ്ടെന്നാണ് പെന്റഗണിന്റെ വിലയിരുത്തൽ. കൂടുതൽ വിവരങ്ങൾ അറിയാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. യുദ്ധോപകരണങ്ങൾ വാങ്ങുന്നത് വർദ്ധിപ്പിക്കുന്നതിൽ പ്രതിരോധ വകുപ്പ് സജീവമായി ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണെന്ന് പെന്റഗൺ വക്താവ് സീൻ പാർണൽ ശനിയാഴ്ച പുറത്തിറക്കിയ ഒരു പ്രസ്താവനയിൽ പറയുന്നുണ്ട്. സൈന്യത്തിന് ആവശ്യമായ ആയുധങ്ങൾ എത്രയും വേഗം എത്തിക്കുകയാണ് ലക്ഷ്യം. കഴിഞ്ഞ ഒരാഴ്ചയായി ഇതിനുള്ള നടപടികൾ വേഗത്തിലാക്കിയിട്ടുണ്ട്. എന്നാൽ 5 മാസം നീണ്ടു നിൽക്കുന്ന സംഘർഷത്തിന് മുൻപ് തന്നെ ആരംഭിച്ചിരുന്ന വിപുലമായ സൈനിക നവീകരണ പദ്ധതിയുടെ ഭാഗമാണിതെന്നും അദ്ദേഹം വ്യക്തമാക്കി. നിർണായക പ്രതിരോധ ആയുധങ്ങളുടെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാനും വിതരണം വേഗത്തിലാക്കാനും പ്രതിരോധ വ്യവസായ മേഖലയ്ക്ക് ഉപപ്രതിരോധ സെക്രട്ടറി സ്റ്റീവ് ഫെയിൻബർഗ് 21 ദിവസത്തെ സമയപരിധി നൽകിയിട്ടുണ്ട്. മിസൈലുകൾ, വെടിക്കോപ്പുകൾ, മറ്റ് അത്യാധുനിക പ്രതിരോധ സംവിധാനങ്ങൾ എന്നിവയുടെ ഉൽപ്പാദനം യുദ്ധകാല അടിസ്ഥാനത്തിൽ വർദ്ധിപ്പിക്കാനാണ് പെന്റഗൺ പ്രമുഖ US പ്രതിരോധ കമ്പനികൾക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. നിലവിലുള്ള കരാറുകൾ വേഗത്തിലാക്കാനും ഫാക്ടറികളുടെ പ്രവർത്തനശേഷി പൂർണ്ണമായും ഉപയോഗപ്പെടുത്താനും മന്ത്രാലയം കമ്പനികളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. യുദ്ധം വീണ്ടും തുടങ്ങിയാൽ അമേരിക്കൻ സൈനികരുടെ ജീവൻ കൂടുതൽ അപകടത്തിലാകുമെന്ന ആശങ്കകൾക്കിടെയാണ് ഫെയിൻബർഗ് വ്യവസായ പ്രമുഖർക്ക് അയച്ച കത്ത് പുറത്തു വന്നിരിക്കുന്നത്. ഇറാനുമായുള്ള സമീപകാലത്തെ ഏറ്റുമുട്ടലുകൾ കാരണം അമേരിക്കയുടെ പക്കലുണ്ടായിരുന്ന അത്യാധുനിക മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ വലിയ തോതിൽ കുറഞ്ഞിട്ടുണ്ടെന്ന് പുതിയൊരു പഠനവും വ്യക്തമാക്കിയിട്ടുണ്ട്. വാഷിംഗ്ടണിലെ ഗവേഷണ സ്ഥാപനമായ CSIS നടത്തിയ പഠനം അനുസരിച്ച് അമേരിക്കയുടെ പക്കലുള്ള പാട്രിയറ്റ് താഡ് മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ കുറഞ്ഞിട്ടുണ്ട്. ഇത് കാരണം വ്യോമാക്രമണങ്ങളെ ചെറുക്കുന്ന ആയുധങ്ങൾ വളരെ സൂക്ഷിച്ചു മാത്രം ഉപയോഗിക്കാൻ അമേരിക്കയും അവരുടെ സഖ്യരാജ്യങ്ങളും നിർബന്ധിതരായേക്കാം. മിഡിൽ ഈസ്റ്റിൽ അമേരിക്കൻ സൈന്യത്തിന് നേരെയും സഖ്യകക്ഷികൾക്ക് നേരെയും തുടർച്ചയായി ഉണ്ടാകുന്ന ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ വൻതോതിൽ ആയുധങ്ങൾ ഉപയോഗിക്കേണ്ടി വരുന്നുണ്ട്. സ്വന്തം ആവശ്യങ്ങൾക്ക് പുറമെ സഖ്യകക്ഷികളെ സഹായിക്കാനും അമേരിക്കയ്ക്ക് ആയുധങ്ങൾ എത്തിക്കേണ്ടതുണ്ട്. ഒരേ സമയം ഒന്നിലധികം മേഖലകളിൽ പ്രതിരോധം തീർക്കേണ്ടി വന്നതാണ് പെന്റഗണിന്റെ ആയുധശേഖരം വേഗത്തിൽ തീരാൻ കാരണമായത്. ആയുധശേഖരം കുറവാണെന്ന വാർത്തകളിൽ ട്രംപ് കടുത്ത അതൃപ്തി പ്രകടിപ്പിച്ചാണ് രംഗത്തെത്തിയത്. അമേരിക്കയുടെ കൈവശം വലിയ തോതിൽ ആയുധങ്ങളുണ്ടെന്ന് അദ്ദേഹം ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചിടുകയും ചെയ്തിരുന്നു. വൻതോതിൽ ആയുധങ്ങൾ നിർമ്മിക്കുന്നുണ്ടെന്നും അവ കൃത്യമായി രാജ്യത്തെത്തിക്കുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം പ്രതിരോധ ബില്ലിന് കോൺഗ്രസിന്റെ അനുമതി ഇതുവരെ ലഭിച്ചിട്ടില്ല. ഇറാനെതിരെയുള്ള ട്രംപിന്റെ സൈനിക നീക്കങ്ങളെ ചില ജനപ്രതിനിധികൾ ശക്തമായി എതിർക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷത്തെ $900 ബില്യൺ നിന്ന് പെന്റഗണിന്റെ ബജറ്റ് $1.5 ട്രില്യൺ ഉയർത്തണമെന്ന വൈറ്റ് ഹൌസിന്റെ ആവശ്യത്തോടും അവർക്ക് യോജിപ്പില്ല. ഈ ആഴ്ച ആദ്യം ക്യാമ്പ് ഡേവിഡിൽ നടന്ന യോഗത്തിൽ ആയുധക്ഷാമത്തെക്കുറിച്ച് ട്രംപ് പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സറ്റിനോട് നേരിട്ട് വിശദീകരണം ചോദിച്ചതായി വാഷിംഗ്ടൺ പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ദീർഘദൂര മിസൈലുകൾ, പാട്രിയറ്റ് പ്രതിരോധ സംവിധാനങ്ങൾ എന്നിവയുടെ കുറവ് ഇതുവരെ പരിഹരിച്ചിട്ടില്ല എന്ന് അറിഞ്ഞതിനെ തുടർന്നായിരുന്നു ട്രംപിന്റെ ഈ ഇടപെടലെന്നാണ് ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചിരിക്കുന്നത്. ആയുധങ്ങളുടെ കുറവിനെ കുറിച്ചുള്ള ആശങ്കകൾ കാരണമാണ് ഇറാനെതിരെ വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾക്ക് ട്രംപ് അനുമതി നൽകാതിരുന്നതെന്നും ഈ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു. US ആയുധശേഖരത്തിന്റെ കൃത്യമായ വിവരങ്ങൾ പ്രസിഡന്റിനെ അറിയിക്കുന്നതിൽ പരാജയപ്പെട്ട ഉപപ്രതിരോധ സെക്രട്ടറി സ്റ്റീഫൻ ഫീൻബർഗ് ആണ് ഈ പ്രശ്നങ്ങൾക്ക് ഉത്തരവാദിയെന്നും പീറ്റ് ഹെക്സറ്റ് കുറ്റപ്പെടുത്തിയതായും വിവരമുണ്ട്. ഔദ്യോഗിക വിശകലനങ്ങൾ പ്രകാരം USന്റെ ആയുധക്ഷാമം മിഡിൽ ഈസ്റ്റിലെ യുദ്ധത്തിന്റെ ഗതിയെ ബാധിച്ചേക്കാം. ആയുധശേഖരം കുറയുന്നത് അമേരിക്കയ്ക്ക് സഖ്യകക്ഷികൾ നൽകി വരുന്ന പിന്തുണ പരിമിതപ്പെടുത്താൻ ഇടയാക്കിയേക്കുമെന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു.